ഞാനൊക്കെ നമ്മൾ വൈരുത്തറ വന്ന് പ്രസംഗത്തിന് വന്നപ്പോൾ അയാളെ പ്രസംഗത്തിൽ ഒരു ചരിത്രം പറഞ്ഞു. മരിച്ച ആൾക്ക് വേണ്ടി അന്നദാനം നടത്തുന്നത് മരിച്ച അന്ന് തന്നെ ചെയ്യണ സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്, അത് തെറ്റൊന്നുമല്ല എന്ന് പറഞ്ഞ അതിന് അദ്ദേഹം ഒരു തെളിവ് പറഞ്ഞു. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു വഫാത്തിനോട് അടുത്ത സമയം 3 പെൺമക്കളെ മുമ്പിൽക്കുള്ളൂ. ആ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്നെ മറയാനും തുറന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനും തോന ആളില്ല ഇവിടെ, അതുകൊണ്ട് നിങ്ങൾ മയ്യത്ത് കൊണ്ടുപോയി മദീനത്തുനിന്ന് പോണ ആ റോഡുണ്ട്, മദീനത്തേക്ക് പോണ ആ വഴിയിലവിടെ വെച്ച് നിങ്ങൾ വിളിച്ചറിഞ്ഞാൽ മതി. ആരെങ്കിലും വരുമ്പോൾ ഹാദിഹി ജനാസത്തു സ്വഹാബിയൻ മിൻ അസ്ഹാബി റസൂലില്ലാഹ്, നബി നിങ്ങൾ അസ്ഹാബപ്പെട്ട ഒരു സ്വഹാബിൻ്റെ ജനാസയാണിത് എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോയി മറ ചെയ്ത് വേണ്ടത് ചെയ്തോളൂ. ആ വസിയത്ത് പ്രകാരം അവരങ്ങനെ മരിച്ചതിന് ശേഷം ജനാസ കൊണ്ടുപോയി റോഡിൻ്റെ സൈഡിൽ ഒരു ഭാഗത്ത് വെച്ചു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ 30ഓളം വരുന്ന സഹാബികൾ ഇങ്ങനെ ആ ഒരു സംഘമായി വരുന്നുണ്ട്. ഇവർ വിളിച്ചു പറയുന്നത് കേട്ടു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് വന്ന് നോക്കുമ്പോൾ അല്ലാ, ഇത് അബൂദറിൻ്റെ ജനാസയാണ്. അങ്ങനെ ജനാസ അവർ സ്വീകരിക്കുകയും കൊണ്ടുപോയി മറ ചെയ്ത് കറാത്താവും ചെയ്തു. മറവയെ കഴിയാൻ സമയത്ത് ഈ പെണ്ണ് എന്ന് പറഞ്ഞു, എൻ്റെ വീട്ടിലൊന്ന് വരണം, എൻ്റെ ഉപ്പ എന്നോട് മരിക്കേണ്ട വസിയത്ത് ചെയ്താ വന്നോര് അവർക്ക് ഒരു ഇത്ആമുത്താം ചെയ്തിട്ട് വേണം വിടാൻ. അപ്പം ഞാൻ കുറച്ച് ഭക്ഷണം വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവർ പോയി ചെന്ന് നോക്കുമ്പോൾ റൊട്ടിയും ആടിൻ്റെ മാംസം കൊണ്ടുള്ള കറിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അവിടെ അവർ വളർത്തിയെന്നൊരു ആടുണ്ട്, ആ ആടിനെയാണ് അവർ കറിയാക്കിയത്. ഒരു 3 നാഴി എന്നാണ് പഴയ ആ നാഴിയാണ്, എന്ത് ഇളവാന്ന് പറയാൻ കഴിയില്ല. അത് ഗോതമ്പുണ്ടായിരുന്നു, അത് പൊടിച്ച് പത്തിരിയും ചുട്ടു. അങ്ങനെ അവർ ആ ഭക്ഷണമൊക്കെ കഴിച്ച് ബഹുമാനപ്പെട്ട അബൂദറിന് വേണ്ടി ദുആ ചെയ്ത് അവർ പോയി എന്നാണ് സംഭവം. ഇത് വയലിത്തറ പറഞ്ഞു എന്നല്ലാതെ അത് എവിടെ ഉണ്ട് കഥയൊന്നും വേറൊന്നും പറഞ്ഞില്ല. ഈ കഥ പറഞ്ഞിട്ട് ഇത് മരിച്ച അന്ന് തന്നെ അന്നദാനം നടത്തുന്നു സുന്നത്താണെന്ന് തെളിവാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ കുറവെന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ നക്കൽ നോക്കും. നക്കൽ നോക്കിയിട്ട് ഇപ്പോൾ അയാളതാണെങ്കിൽ നക്കൽ ചോദിച്ചാലും പറ്റില്ല. അപ്പം പിന്നെ പലരോടും ചോദിച്ചു ഈ ചരിത്രം എവിടെ ഉള്ളതാണ്, ഭാരത്തിൽ കൊടുത്തില്ല. ഞാൻ പറയണം അങ്ങനെ ഞാൻ കൊണ്ടുപോയി സാഖുൽ ഉസ്താദിനോട് ചോദിച്ചു. അപ്പം എൻ്റെ മൂത്താപ്പം മുപ്പരായിട്ട് വലിയ ബന്ധാ, ആ നിലക്ക് ഇന്ന പിന്നെ അവിടെ അങ്ങനെ കബൂൽ ചെയ്യും. അപ്പം ഞാൻ ഈ കഥ പറഞ്ഞു, ഇങ്ങനെ കഥ ഇപ്പോൾ വയലിത്തറ പ്രസംഗിച്ചു. അത് എവിടെയാണ് ആ കഥ നമുക്കൊന്നൊരു പറയണമെങ്കിൽ ഒരു നക്കലൊക്കെ പറയണ്ടേ. അപ്പം എന്നോട് ആ കഥ ഉണ്ട്, അത് ശരി തന്നെയാണ്, അയാൾ മിടുക്കനാ എന്ന് മയിൽത്തറനെ പറ്റി പറഞ്ഞു. അപ്പോൾ എവിടെയാണ് കഥ വെച്ചു, അത് താജുൽ എന്താണ് താരീഖുൽ ഉമമി വൽ മലൂക്ക് അതിലുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കിതാബ് ആദ്യം കേൾക്കുക. അതാരെ കിതാബ് അയച്ചു, അത് തബരീൻ്റെ കിതാബാണ്, താരീഖു തബരി എന്ന് കേട്ടില്ലേ? ആ അൽഹംദുലില്ലാ. അപ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ ആ കിതാബ് എവിടെ ഉള്ളത് ചോദിച്ചു, അത് ഇവിടെ ഉണ്ടല്ലോ. നജീബേ ഇവിടെ വന്നാ ആ താരീഖുൽ ഉമമി വൽ മലൂക്കിൻ്റെ 11-ാം വാല്യം എടുത്താൽ അത് എടുത്തു. ആ സ്ഥലം മറിച്ചു കാണിച്ചെന്നു. ഞാൻ അവിടെ തന്നെ ഇരുന്ന് എഴുതിയെടുത്തു. ബഹുമാനപ്പെട്ട നജീബുൽ വായിച്ചു തന്നു. ആ കിതാബ് വായിച്ചു തന്നപ്പോൾ ഞാൻ എഴുതിയെടുത്തു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, അവനൊക്കെ ഇൽമിൻ്റെ തബഹുറത്ത്. അപ്പോൾ ഓക്കെ ഉസ്താദിൻ്റെ മുഴുവൻ A to Z ഉസ്താദാണ് ബഹുമാനപ്പെട്ട സാഖുൽ ഉസ്താദ്. ഈ ചരിത്ര ചൊന്നുകൊണ്ടല്ലാണ്ട് അത് ഏത് കിതാബിലുണ്ടോ എന്ന് ചൊന്നില്ല, ആര് വയൽത്തറ ചൊന്നില്ല. അങ്ങനെ പൊമ്മൽ ഉസ്താദ് അയാൾ സാധാരണ കേൾക്കൽ വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർക്കെല്ലാം കേട്ടു തോന്നി. ആർക്കും ഇത് കിട്ടില്ല. ലാസ്റ്റ് അയാൾ പോട്ടെ ബഹുമാനപ്പെട്ട മഹാനായ താജുൽ ഉലമ അവിടെ ഉള്ള ആ അതിരപ്പം എന്ത് ഇതിലെ ലാസ്റ്റ് പരിഹാരത്തിൽ കൊണ്ട് അങ്ങനെ പോയിട്ട് കേട്ടപ്പോൾ താജുൽ ഉലമ മഹാനവറുകൾ ചൊന്തൂറ അതുണ്ട്, അത് താരീഖുൽ ഉമമി വൽ മുലൂക്ക് ചൊല്ല കിതാബിലുണ്ട്. അത് ആരെ കിതാബ് കൊണ്ട് കേട്ടപ്പോൾ അത് തബരി ഇമാമിൻ്റെ കിതാബ്. അത് എവിടെ ഉണ്ട് കേട്ടപ്പോൾ അത് ഉടമേ ഉണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട മഹാനായ ഹുജ്ജത്തുൽ ഉലമ മഹാനവർഗിൽ ഉസ്താദെ വിളിച്ചിട്ട് ചൊന്തൂല ആ താരീഖുൽ ഉമമി വൽ മുലൂക്ക് ചൊല്ല കിതാബ് 11-ാമത്തെ വാല്യം ഒന്ന് എടുക്കുറു. അങ്ങനെ അതെടുത്ത് മരിച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെ ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് വായിച്ചിട്ട് പൊമ്മൽ ഉസ്താദ് എഴുതിയെടുത്തിട്ട് ഇപ്പോൾ പറഞ്ഞല്ലോ താരീഖുൽ ഉമമി വൽ മുലൂക്ക് എന്ന് ഉസ്താദ് ചെറിയൊരു ഓർമ്മപ്പശ അദ്ദേഹത്തിന് അതിൽ വന്നിട്ടുണ്ട്. എൻ്റെ മുന്നിൽ തന്നെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ സംഗതി ഒന്നും പറയാതിരിക്കാൻ വയ്യ.
ചെറിയൊരു ഓർമ്മ പ്രശ്നം അദ്ദേഹത്തിന് അതിൽ വന്നിട്ടുണ്ട്. ഷെയ്ഖുന അവർകൾ ആ സമയത്ത് അപ്പം ഇല്ല. അദ്ദേഹം ഷെയ്ഖുനയുടെ വീട്ടിൽ പോയിട്ട് ചോദിച്ചിരിക്കാം. ഷെയ്ഖുന പള്ളിയിലും കോളേജിലും ഇല്ലാത്ത സമയത്ത് ഞാൻ റൂമിലിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ റൂമിൽ, ഞാൻ അന്ന് അവിടെ ദർസിൻ്റെ ജോലിയേറ്റ് ഷെയ്ഖുനെ ഏൽപ്പിച്ചതുണ്ട്, അതിന് സ്ഥിതിയിലൊരു റൂമുണ്ട്. ആ റൂമിലിരിക്കുന്ന സമയത്താണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവർകൾ കടന്നു വന്നത്. വന്നിട്ട് അയാൾ എന്നോട് ചോദിക്കുകയാണ്, താരീഖുൽ ഉമ്മമി വൽ മുലൂക്ക് ഞാൻ എവിടെ നോക്കിയിട്ടും കാണുന്നില്ല എൻ്റെ പേജ്. എന്നോട് ചോദിച്ചാൽ അങ്ങനെയാണ്. ഫത്താവാ നുസ്രത്തിൽ ഇറങ്ങിയ കാലമാണ്. ഫത്താവാ നുസ്രത്തിലെ പേജ് നോക്കുമ്പോൾ ആ പേജിൽ നോക്കിയിട്ട് എവിടെയും കാണാനല്ല. സത്യമായും ഉണ്ടായ സംഭവം ഇങ്ങനെയാണ്. അപ്പോൾ ഫത്താവാ നുസ്രത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്നല്ലാതെ ഷെയ്ഖുനയോട് ഇത് പോയി ചോദിക്കുന്നതല്ല. ഷെയ്ഖുന ഇത് ഫത്താവാ നുസ്രത്തുൽ അനാമിൽ കൊടുത്ത ഫത്തുവകൾ ശേഖരിച്ച ഈ ഫത്താവയിൽ ഇറങ്ങിയത് കണ്ടിട്ട് താരീഖുൽ ഉമ്മമി വൽ മുലൂക്കിൻ്റെ പേജ് നമ്പർ അതിൽ എഴുതിയത് പേച്ചിട്ടുണ്ട്. സംഭവം അതാണ് സംഭവം. അച്ചടി പേച്ചിട്ടുണ്ട്, അച്ചടിയിൽ പേക്കുമല്ലോ. അപ്പോൾ ആ പേജ് മുഴുവൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാവാം അദ്ദേഹം എന്നോട് വന്ന് ചോദിക്കുകയാണ്, താരീഖുൽ ഉമ്മമി വൽ മുലൂക്കിൽ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല, എവിടെയാണിത്? ഞാനുടനെ അതെടുത്തിട്ട് കാണിച്ചു കൊടുത്തു. അതെടുത്തിട്ട് കാണിച്ചു കൊടുക്കുന്നത് അതിൻ്റെ 2ാം ഭാഗത്തിലാണ്. 11 വാള്യം എന്നത് ആ കിതാബിനില്ല. 11 വാള്യം ആ കിതാബിന് 11ാം വാള്യം പറയണമെങ്കിൽ 11 വാള്യം വേണ്ടേ? 11 വാള്യം ആ കിതാബിനില്ല. വണ്ടൂരിലുള്ളതാണ് കുറച്ചധികം ബാധ്യമുള്ളത്. ആകെ 11 വാള്യമുള്ളതല്ല, അത് 8-9 വാള്യമാണ്. അതും താരീഖുൽ ഉമ്മമി വണ്ടൂരിലുള്ളതിലുള്ളത്. ഒന്ന് ചിന്തിച്ചാൽ മതി. അബൂദറിൽ വഫാത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്തിൽ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ഖിലാഫത്ത് കാലത്താണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലം താരീഖുൽ ഉമ്മമി എങ്ങനെ 11ാം വാള്യത്തേക്ക് വരുന്നത്? 11ാം വാള്യത്തേക്ക് വരില്ല. റസൂലുള്ളാഹിൻ്റെ ചരിത്രവും റസൂലുള്ളാഹിൻ്റെ ഖലീഫമാരുടെ ചരിത്രവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ചരിത്രവും ഒക്കെ അതിൽ 2ാം വാള്യത്തിലും 3ാം വാള്യത്തിലും മൊത്തം വരുള്ളൂ. അതിൽ 2ാം വാള്യത്തിൽ പേജ് നമ്പർ വേഗം കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം അത് നോക്കി, അതിൽ തൽക്കാലം വായിച്ചു കൊടുത്തു. അദ്ദേഹം തന്നെ നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യന് അദ്ദേഹം വായിച്ചു കൊടുത്തിട്ട് എഴുതി കൊണ്ടുപോയി. അങ്ങനെ എഴുതി കൊണ്ടുവരാൻ സംഭവം. സംഗതി ശരിയാണ്. ഷെയ്ഖുനയുടെ അടുത്ത് വന്നിരിക്കും, ബാക്കിയെടുക്കും. അദ്ദേഹം നജീബിനോട് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഓർമ്മ ശരിയല്ല. ആ ഓർമ്മയിലോട്ട് സംഭവമല്ല. ഷെയ്ഖുന അപ്പോൾ അവിടെ ഇല്ല, പോയിട്ട് ചോദിച്ചു കൊടുത്തിട്ടുണ്ടാവും.